ഗണപതി വിഗ്രഹം സ്ഥാപിക്കണം. അപ്പൊ എന്തായാലും നമ്മൾ തുളസി തറയിൽ വിളക്ക് വെക്കും. അത് ഇന്ന് ഉപയോഗിച്ചിട്ട് നാളെ ഉപയോഗിക്കരുന്നാൽ, ഇന്ന് വണങ്ങിയിട്ട് നാളെ വണങ്ങാതിരുന്നാൽ എല്ലാ ദേവതകളും ബാധയിൽ വരും. ആ ഭൂമി കൊണ്ട് എഴുമ്പേറ്റം ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മൾ അത് ശുഭാശുഭം ചിന്തിക്കണം. ആ ഭൂമി നമുക്ക് വാസയോഗ്യമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് നോക്കണം. വയലന്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ശരീരത്തിൽ ഒരു കരുനാഗീശ്വര പ്രസൻസ് ആണ്. അപ്പൊ കരുനാഗീശ്വരൻ എത്ര കണ്ട് ആവാഴ്ച മാറ്റിയിട്ടും അതിന്റെ ശരീരത്തിൽ നിന്ന് ഒഴിയുന്നില്ല. ഒരാൾ ഓഹരി കൊടുത്തൊരു വസ്തു മറ്റൊരാൾ വാങ്ങുക, പുറത്തുനിന്ന് ഒരാൾ വാങ്ങുക, അപ്പൊ അയാൾക്ക് ഇത് ബാധിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സർപ്പപ്രതിഷ്ഠയ്ക്ക് മുന്നിലും പിന്നിലുമായിട്ട് നമ്മൾ അല്ല ഞാൻ ചോദിച്ചത് വീടിന്റെ കന്നിമൂലയല്ല. ഇപ്പൊ ഞാൻ ചോദിക്കാനുള്ള കാരണം ഞാൻ ഒരു വീട് നിർമ്മിക്കുന്നതിനെ പറ്റിയുള്ള ആലോചനയിലാണ്. ഇപ്പൊ എറണാകുളത്ത് കുറെ കാലമായി എറണാകുളത്ത് ഇപ്പൊ നമുക്ക് സ്വന്തമായ ഒരു വീട് വേണം എന്നാഗ്രഹം. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ എഞ്ചിനീയറോട് പറഞ്ഞു കന്നിമൂല കെട്ടിയടച്ചെടുക്കണം, കന്നിമൂലയിൽ വാസ്തു ബെഡ്റൂം വരണം, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് വാസ്തു കൺസൾട്ടന്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് അത് കയറി വരുമ്പോൾ കന്നിമൂല എന്തായാലും കെട്ടിയടച്ചെടുക്കും. ഉയരത്തിലുള്ള ഹൈറ്റിൽ മതിൽ കെട്ടിയടച്ചെടുക്കുമ്പോൾ അവിടെ ഒരു ഗണപതി വിഗ്രഹം സ്ഥാപിക്കണം. അപ്പൊ എന്തായാലും നമ്മൾ തുളസി തറയിൽ വിളക്ക് വെക്കും. അതിനൊപ്പം ഒരു വിളക്ക് ഈ ഗണപതിക്ക് മുന്നിൽ വെക്കണം. അത് തെറ്റുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. തെറ്റൊന്നുമില്ല. അപ്പൊ ഈ ഗണപതിയെ വെക്കുമ്പം അത് കോർണറിൽ വരാൻ പാടില്ല, കോടിക്കുത്ത് വരാൻ പാടില്ല. കോടിക്കുത്ത് എന്ന് പറയുമ്പം ഇപ്പൊ ഈ ഒരു മുറിയുടെ കോർണർ ടു കോർണർ, അത് പഴയ വീടിനാണെങ്കിൽ ഓടിട്ട വീട്, കഴിക്കോല് സെന്റർ വരുന്ന കഴിക്കോലുണ്ടല്ലോ, അത് കുത്തുന്ന ഭാഗമുണ്ട്. ആ കോർണർ വരുന്ന ഭാഗത്ത് ആ ദൈവത്തിനെ പ്രതിഷ്ഠിക്കാതിരിക്കും. അത് മാറ്റിയിട്ട് ആ കോർണർ മാറ്റിയിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ആ വീടിന്റെ കണക്കൂടൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് ആരാധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, അതായത് നമ്മൾ ആരാധിച്ചാൽ നമുക്ക് എല്ലാ ദേവതകളും, ബാക്കിയുള്ള എല്ലാ ദേവതകളും നമുക്ക് ബാധയിൽ വരുന്ന ദേവതകൾ. അത് ഇന്ന് ഉപയോഗിച്ചിട്ട് നാളെ ഉപയോഗിക്കരുന്നാൽ, ഇന്ന് വണങ്ങിയിട്ട് നാളെ വണങ്ങാതിരുന്നാൽ എല്ലാ ദേവതകളും ബാധയിൽ വരും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ പലത്, സർപ്പദോഷം, ജാതകദോഷം, ബാധാദോഷം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഒരാൾക്ക് ഇത്തരം ദോഷങ്ങളൊന്നുമില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാസ്തുദോഷം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ബാധിക്കുക? വാസ്തുദോഷം എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ട കാര്യം, വാസ്തു മേടിക്കുന്നതിന് മുമ്പ് നല്ലൊരു ആചാര്യനെ കണ്ട്, അതായത് ജ്യോതിഷ ആചാര്യനെ കണ്ടിട്ട് ആ വാസ്തുവിന് ശുഭാശുഭം ചിന്തിക്കാന്ന് പറയും. ആ വസ്തു നമുക്ക് വീട് വാങ്ങിച്ച് താമസിക്കാൻ അനുകൂലമായിട്ടുള്ള ഭൂമിയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. പ്രത്യേകിച്ച് ഈ വിൽക്കാതെ കിടക്കുന്ന ഭൂമികളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ വിൽക്കാതിരിക്കുന്ന ഭൂമികളെ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് പല ഈ ആളുകളെ കൊണ്ടും അതിനകത്ത് പലതരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യിച്ച് തകിടുകളൊക്കെ കത്തിച്ച്, മൂർത്തികളെ കൊണ്ട് കർമ്മം ചെയ്യിച്ചിട്ട് തകിടുകളൊക്കെ കത്തിച്ച് അതിൻ്റെ ചാരമൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിടുക, പല പരിപാടികളും അതിനകത്ത് ചെയ്യും വിറ്റ് പോകാൻ വേണ്ടിയിട്ട്. പല ആചാര്യന്മാർ പല രീതിയിലാണ് ചെയ്യണം. അപ്പം അത്രയും അങ്ങനെ കർമ്മം ചെയ്ത് വെക്കണ ആ ഭൂമിയിൽ നമ്മൾ ഡയറക്റ്റ് ചെന്ന് താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഭൂമി കൊണ്ട് എഴുമ്പേറ്റം ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മൾ അത് ശുഭാശുഭം ചിന്തിക്കണം. ആ ഭൂമി നമുക്ക് വാസയോഗ്യമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് നോക്കണം. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ ആ ഭൂമിയുടെ ചരിവ് എങ്ങോട്ടുള്ളതാണെന്ന് നോക്കണം. മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരു ഭൂമി വാങ്ങാൻ നോക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് നോക്കണം ഭൂമിയുടെ ചരിവ് എങ്ങോട്ടാണെന്ന് നോക്കാം. ഒന്നെങ്കിൽ മഴ പെയ്യുന്ന വെള്ളം കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ഒഴുകി പോകണം ഭൂമിയിൽ. അതല്ല എങ്കിൽ നമുക്ക് അങ്ങനെ ചരിച്ചെടുക്കാൻ പറ്റുന്നതാണെന്നുള്ളത് നമ്മൾ നോക്കണം. ചരിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. പിന്നെ ഈ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഏതെങ്കിലും ക്ഷേത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും സമുച്ചയങ്ങളോ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ക്ഷേത്രങ്ങളിൽ നിന്ന് എത്ര അകലം വിട്ട് നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം ക്ഷേത്രത്തിന് ഉയർച്ച ഉണ്ടാകും, ക്ഷേത്രത്തിനോട് ചേർന്ന് നടക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാകും. അതേപോലെ ക്ഷേത്രത്തിൽ ദേവതയ്ക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു ക്ഷേത്രം സംഭവിച്ചാൽ ആ ക്ഷേത്രത്തോട് ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളുകൾക്കും ആ ഒരു പ്രശ്നം ഉണ്ടാവും. മനസ്സിലായി. അപ്പൊ അതോടൊപ്പം തന്നെ ഉണ്ടാവും, ഗുണം ഉണ്ടാകുന്നതോടൊപ്പം ദോഷം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ക്ഷേത്രം, കുരിയാല, പാട്ടിയാല അല്ലെങ്കിൽ വരുത്തുപോക്കുള്ള സ്ഥലമാണെന്നുള്ളത് നമ്മൾ ഇതൊക്കെ ശുഭാശുഭം ചിന്തിക്കുന്നതിനകത്ത് കാണിക്കും. രാശി തെളിയും എന്തെങ്കിലും വരുത്തുപോക്കുള്ളതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സഞ്ചാരം ഉള്ളതാണോ, ഇതെല്ലാം നമുക്ക് ഈ ശുഭാശുഭം ചിന്തിക്കുന്നതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് പോയി നോക്കണമെന്നില്ല. നമ്മൾ രാശി വെച്ച് നോക്കിയാൽ മതി. രാശി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഭൂമിയുടെ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ എന്റെ നാട്ടിലെ വീട് പണി കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അവിടെ ഒരു ജോത്സ്യനെ കാണാൻ പോയി. അയാൾക്ക് എന്നെ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ എവിടുത്തെയാണെന്ന് അറിയില്ല, എന്റെ വീടും അറിയില്ല. പക്ഷെ അയാൾ രാശി വെച്ചിട്ട് എന്നോട് ആദ്യമേ ചോദിച്ചത് കന്നിമൂലയിൽ എന്താ ഒരു ജലസാന്നിധ്യം എന്ന് ചോദിച്ചു. കന്നിമൂലയിൽ എന്താ ജലസാന്നിധ്യം ഒന്നും ഇല്ലല്ലോ, കിണറൊക്കെ കറക്റ്റ് സ്ഥാനം തന്നെയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ക്ഷേത്രങ്ങൾക്ക് സ്ഥാനം കാണുന്ന ആളാണ് നമുക്ക് സ്ഥാനം കണ്ടു തന്നിരിക്കുന്നത്, സ്ഥാനമൊക്കെ അപ്രൂവ് ചെയ്തു. ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കേടായപ്പോ ഇതിന്റെ അടപ്പുണ്ടല്ലോ, ഫൈബറിന്റെ ആണ്, ഇത് വീടിന്റെ ഫ്രണ്ടിൽ വെറുതെ താത്ത് വെച്ചിട്ട് അതിൽ മീനെ വളർത്തി, ഗപ്പി വളർത്തി. ഇത് കന്നിമൂലയിലായിരുന്നു. ഇങ്ങനെ സാധനം എടുത്ത് മാറ്റിക്കോളാൻ പറഞ്ഞു. എടുത്ത് മാറ്റിട്ട് അവിടെ മണ്ണിട്ട് കുറച്ച് ഹൈറ്റ് ചെയ്തിട്ട് കെട്ടി ചെടി വെച്ചോളാൻ പറഞ്ഞു. പക്ഷെ അത് തന്നെ വീടിന്റെ വടക്ക് ഭാഗത്താണ് വെച്ചിരുന്നെങ്കിൽ അത് എനർജി ആയാണ്, പോസിറ്റീവ് ആയാണ്. നമ്മൾ ചെയ്യുന്ന തൊഴിലിലും വരുമാനത്തിലും നമുക്ക് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാക്കി തന്നേനെ. അതായത് നമ്മുടെ വാട്ടർ കണ്ടന്റ് എപ്പോഴും വടക്ക് ഭാഗത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. വീടിന്റെ അകത്തായാലും
പുറത്തായാലും നമ്മൾ വാട്ടർ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ അക്വേറിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കിണറും വാട്ടർ ടാങ്കും ഒക്കെ അങ്ങനെ തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഞാൻ ആലോചിച്ചു നമ്മളിതൊക്കെ ചിന്തിക്കുന്നില്ല. നമുക്കിത് ചെറുപ്പകാലം മുതലേ ഈ മേഖലയിൽ താല്പര്യം ഉള്ളത് കൊണ്ട് ഇതിനെ പറ്റിയൊക്കെ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടല്ലോ. അതൊക്കെ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ ചിന്തിച്ചില്ല. അതിപ്പോ എന്താ നമ്മൾ താൽക്കാലികമായി വെച്ചിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് പാത്രം എന്ന് കണ്ടാൽ മതി. അതില് നമ്മൾ പക്ഷെ അത് കൃത്യമായ രാശിയിൽ അദ്ദേഹം കണ്ടെത്തി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇത് ഈ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും വാസ്തു കൊണ്ടാവണമെന്നില്ല. പക്ഷെ വാസ്തുവിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാൽ വാസ്തു കൺസൾട്ട് ചെയ്യുന്നുണ്ടോ? കൺസൾട്ട് ഇപ്പം തിരക്ക് കാരണം നമ്മൾ പുറത്തു പോയി നോക്കാറില്ല. എന്നാലും പ്രശ്നം നോക്കിയിട്ട് ഭാഗമായിട്ട് നമ്മൾ നോക്കും. ഭൂമിയിൽ ഭൂമി സാന്നിധ്യമായിട്ട് എന്തെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ക്ഷേത്രത്തിന്റെ ഭൂമിയായിരുന്നത് അത് വാങ്ങിച്ചു താമസിക്കുന്ന ഒരു കേസ് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ താമസിക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ക്ഷേത്രത്തിന്റെ ഭൂമിയാണോ എന്നൊക്കെ നമ്മൾ രാശിച്ച് നോക്കണം. ക്ഷേത്രത്തിന്റെ ഭൂമിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനകത്ത് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അതുപോലത്തെ ഒരു കേസിനകത്ത് ആ വീട്ടിൽ താമസിച്ചിരുന്ന അച്ഛൻ്റെ അമ്മയുടെ മകള്, 2 പെൺകുട്ടികളാണത്. മൂത്ത പെൺകുട്ടി ഇങ്ങനെ നിരന്തരം വയലന്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ശരീരത്തിൽ ഒരു കരുനാഗീക്ഷയുടെ പ്രസൻസ് ആണ്. അപ്പൊ കരുനാഗീക്ഷ എത്ര കണ്ട് ആവാഹിച്ച് മാറ്റിയിട്ടും അതിന്റെ ശരീരത്തിൽ നിന്ന് ഒഴിയുന്നില്ല. ഞാൻ തന്നെ ആവാഹിച്ച് മാറ്റിയതാണ്. അവർ ഒരുപാട് പൂജകൾ ചെയ്താണ്, ലക്ഷക്കണക്കിന് രൂപ മുടക്കിയതാണ്. അപ്പം ഞാൻ പിന്നീട് അത് നോക്കിയപ്പോഴാണ് അവരുടെ ഭൂമി ക്ഷേത്രഭൂമിയാണ്. ക്ഷേത്രഭൂമിയായിട്ട് ആ ദേവതയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭൂമി, ആ ദേവതയുടെ കൂടുതലുള്ള കരുനാഗീക്ഷയാണ്. നമ്മൾ ഈ കരുനാഗീക്ഷനെ ആവാഹിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടാക്കിയാൽ റിട്ടേൺ കൊണ്ടുവരുന്നത് ഈ ദേവതയാണ്. ആ ദേവതയുടെ സാന്നിധ്യമാണ് നമ്മൾ ആവാഹിച്ച് ഒഴിവാക്കുന്ന കരുനാഗീക്ഷ തിരിച്ചു കൊണ്ടുവരണേ. അപ്പോൾ ആ ഭൂമി ഒന്നെങ്കിൽ വിറ്റ് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ആ ഭൂമിയിൽ നിന്ന് ആ ദേവതാ സാന്നിധ്യത്തിൽ കൂടി ഒഴിവാക്കണം. പരിഹാരമുണ്ട്. അപ്പൊ എനിക്ക് സംശയമാണ്. ഞാൻ ഇപ്പൊ പണ്ട് പൂർവികരൊക്കെ ഇപ്പൊ എറണാകുളത്തൊക്കെ എനിക്ക് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ സർപ്പക്കാവുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ചെറുതാക്കി വെച്ചിരിക്കുകയും ആവാഹിച്ചുകൊണ്ട് കളഞ്ഞിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരേക്കർ സ്ഥലം ഒരു കുടുംബത്തിനുണ്ട് നിൽക്കുക. അവർക്കൊരു 5 മക്കളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വീതിച്ച് കൊടുത്തു കഴിയുമ്പോൾ അമ്പലം ഒരു 10 സെന്റിൽ നിൽക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വീതിച്ചു കൊടുത്തു. അപ്പൊ അത് ക്ഷേത്രഭൂമിയുടെ ഭാഗമല്ലേ? അത് കുടുംബത്തിന്റെ വകയായിട്ടുള്ള സർപ്പക്കാവാണ്. ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, അത് ആ കുടുംബക്കാരുടെയാണ്, അത് അവരുടെ ഭാഗമാണ്, പുറമേ നിന്നുള്ള ഒരാളുടെ അല്ല. അതായത് ഞാൻ കൊണ്ടു നടക്കുന്നതിന്റെ എൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഭാഗം പോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചു കൊണ്ട് നടക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്ഷേത്രത്തിന് ആ വെച്ചേക്കണ സർപ്പക്കാവിന് അല്ലെങ്കിൽ ആ സന്നിധി അല്ലെങ്കിൽ ആ കുരിയാലയ്ക്കോ പതിക്കോ എന്തെങ്കിലും ക്ഷതം വരാത്ത രീതിയിൽ വേണം നമ്മൾ പിന്നീട് അങ്ങോട്ടുള്ള നിർമ്മാണങ്ങളൊക്കെ ചെയ്യാനാണ്. അതിന് അതുപോലെ നിലനിർത്തുക, നമ്മൾ അതിനെ ആചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ്. ഈ വിറ്റ ഇപ്പൊ ഒരാൾക്ക് ഓഹരി കൊടുത്തൊരു വസ്തു മറ്റൊരാൾ വാങ്ങുക, പുറത്തുനിന്ന് ഒരാൾ വാങ്ങുക, അപ്പൊ അയാൾക്ക് ഇത് ബാധിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സർപ്പപ്രതിഷ്ഠയ്ക്ക് മുന്നിലും പിന്നിലുമായിട്ട് നമ്മൾ അതിന്റെ ഫ്രണ്ടിലും വരാൻ പാടില്ല, ബാക്കിലും വരാൻ പാടില്ല മെയിനായിട്ട്. പിന്നെ അത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം ഫ്രണ്ടിലോട്ടും 3 മാസം ബാക്കിലോട്ടും അങ്ങനെ 4 ദിക്കിലേക്ക് നോക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ പോലും ഫ്രണ്ടിലും ബാക്കിലോട്ടും നമ്മൾ താമസിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് സർപ്പക്കാവിന്റെ. അതാണ് ഈ മെയിനായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചെന്ന് താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. തിരിച്ചാലും ഓക്കെ ശരിയാണ്. പക്ഷെ ആ സർപ്പത്തിന് ഇരിക്കുന്ന നാഗദേവതകൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാം. ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല. ഇതിന് നാഗദേവതകൾക്ക് പെട്രോൾ, ഡീസൽ, പ്ലാസ്റ്റിക്, ടയർ, പിന്നെ മുളക് കത്തിക്കുന്നതിൻ്റെ വേണം. ഇതൊന്നും ഇഷ്ടമുള്ള ആൾക്കാരല്ല. ഇത് അവർക്ക് ആലോചന ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മളവിടെ താമസിച്ച് മുന്നോട്ട് പോകാൻ. ഗന്ധത്തിലൂടെ ഉപദ്രവിക്കാതിരിക്കുക. അത് ഗന്ധമാണ്. അവർ ഈ പറയണ ശ്വാസം എടുക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ വൃക്ഷങ്ങളിലൂടെ അവർ ശ്വാസം എടുക്കുമ്പം, അധിവസിക്കുന്ന വൃക്ഷത്തിലൂടെ ശ്വാസം എടുക്കുമ്പം ആ അന്തരീക്ഷത്തിന് മലിനീകരണം ഉണ്ടാകുന്നതൊക്കെ അവർക്ക് ഒന്നും ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. ഈ പെട്രോൾ, ഡീസൽ, സിമെന്റിന്റെ മണം, പ്ലാസ്റ്റിക് കത്തുന്നതിൻ്റെ മണം, ടയർ കത്തുന്നതിൻ്റെ മണം, പിന്നെ അതുപോലെ മുളക്. ഈ പല വീടുകളിലും നമ്മൾ കണ്ടിട്ടില്ലേ, ഈ മുളകൊക്കെ കണ്ണൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് മുളകൊക്കെ ഒഴിഞ്ഞ് കൊണ്ടിട്ട് കൂമ്പാരായിട്ട് കത്തിക്കുന്നത്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അത് വർക്കിംഗ് ആണ്. കണ്ണൊക്കെ എണ്ണയിറക്കുകയാണെങ്കിൽ അത് ഈ പറയുന്നത് പോലെ ഉപ്പും കടുകും പിന്നെ കല്ലുപ്പും കടുകും പിന്നെ മുളക് കൂടെ കൂട്ടി ഒഴിഞ്ഞിട്ടാൽ മതി. പക്ഷെ അത് പലരും 3 പ്രാവശ്യം ഒഴിഞ്ഞിടുള്ളൂ. പക്ഷെ അത് മണം വരുന്നത് വരെ നമ്മൾ ഒഴിഞ്ഞിടണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം അവർ 3 പ്രാവശ്യം 10 പ്രാവശ്യം 11 പ്രാവശ്യം മണം വരില്ല. അപ്പം അത്രത്തോളം അവർക്ക് കണ്ണീർ ഏറ്റിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ചിലപ്പോൾ ഒരു 30ാമത്തെ പ്രാവശ്യം ആയിരിക്കും അവർക്ക് മണം വരിക. അപ്പൊ അത് 30ാമത്തെ പ്രാവശ്യം ആയിരിക്കും അത് ഒഴിഞ്ഞിട്ട് കഴിയുമ്പോഴായിരിക്കും മണം വരിക. അപ്പൊ 2ാമത്തെ ദിവസം വീണ്ടും ചെയ്യണം. 2ാമത്തെ ദിവസം വീണ്ടും ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ വീണ്ടും ചെയ്യണം. വീണ്ടും 2ാമത്തെ ദിവസം ശരിക്കും പറയാം സൂര്യാസ്തമയ സമയത്ത് തെക്കോട്ടാണ് നിന്നിട്ട് വേണം നമ്മളിത് ഒഴിഞ്ഞ് വേണം കത്തിക്കാനായിട്ട് വീണ്ടും പുറത്ത്.
കത്തിച്ച് കഴിഞ്ഞതിന് മണം വരുന്നവരെ അവിടെ നിൽക്കണം. ഈ മലബാര സമുദായത്തിൽ ആരാധന ചെയ്യുന്ന ചില പതികളിലും കാവുകളിലും ഒക്കെ നമ്മൾ പോകുമ്പോൾ അവർ പൂജയുടെ ഭാഗമായി ഈ പറയപ്പെടുന്ന ദ്രവ്യങ്ങളല്ലാതെ മറ്റു പല ദ്രവ്യങ്ങളും ചേർത്ത് ഒഴിഞ്ഞിടാറുണ്ട്. അപ്പോൾ ചിലരൊക്കെ ഒഴിഞ്ഞിടുമ്പോൾ അപ്പോഴേ മണം വരും, ചിലരൊക്കെ ഒഴിഞ്ഞിടുമ്പോൾ ശകലം പോലും മണം വരാറില്ല. അപ്പൊ നമ്മളെ കൊണ്ട് വീണ്ടും ചെയ്യിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് നെഗറ്റീവ് ഒഴിയുന്നതിനെ പവർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വരുന്നത് വരെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം. അത് പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ചെയ്യുമ്പം ഇപ്പം ആദ്യത്തെ ദിവസം 30 പ്രാവശ്യം ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം ചെയ്യുമ്പോൾ 20ാമത്തെ പ്രാവശ്യം സ്മെല്ല് വരും. അത്രയും കുറഞ്ഞു എന്നുള്ളതാണ്. മൂന്നാമത്തെ ദിവസം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് 10ാമത്തെ പ്രാവശ്യം വരും. 4ാമത്തെ ദിവസം ചെയ്യുമ്പം ആദ്യത്തെ നമ്മൾ ഒഴിഞ്ഞിടുമ്പോൾ തന്നെ മണം വരും. ഓക്കെ, എന്തായാലും കുറേയധികം കാര്യങ്ങൾ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി. ഇനി വരും നാളുകളിൽ താങ്കളുടെ തിരക്ക് അറിയാം, ഇനിയും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, ഈ വീഡിയോകൾ കാണുന്നവർ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. രേഖപ്പെടുത്തിയാൽ സമയം കിട്ടുമ്പോൾ അതിന് മറുപടി കൊടുക്കണം കേട്ടോ, സംശയങ്ങൾ ചോദിക്കുമ്പോൾ. ഒപ്പം സുജേഷ് ഭായിയുടെ നമ്പർ, ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥലം കൊല്ലത്ത് ശൂർനാടാണ്, ഓൺലൈൻ കൺസൾട്ടേഷനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടുള്ള നമ്പർ എല്ലാ എപ്പിസോഡുകളിലും ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, പല ആളുകൾ ഈ ഞങ്ങളുടെ ഗസ്റ്റുകളെ വിളിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ അബാക് മീഡിയയിലേക്ക് വിളിക്കാറുണ്ട്. വിളിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഷൂട്ടിൻ്റെ തിരക്കുകൾക്കിടയിലാണെങ്കിൽ നമുക്കൊരു പക്ഷേ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറും ഉണ്ട്, അതിൽ വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഞങ്ങൾ മറുപടി തരും. ഗസ്റ്റുകൾ പലരും, ഞാനത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ചാനലല്ലല്ലോ ഇവർ ഇൻ്റർവ്യൂ ചെയ്ത്, ഇപ്പോൾ നമ്മുടെ ചാനലിൽ താങ്കൾ ഇൻ്റർവ്യൂ ചെയ്താൽ താങ്കളെ മറ്റു ചാനലുകാർ വിളിക്കും. അപ്പോൾ ഒരുപാട് ആവശ്യക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ പലപ്പോഴും പൂജാകർമ്മങ്ങൾക്കിടയിൽ ഇവർ ഫോൺ ഓഫ് ചെയ്ത് വെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവണം. അത് സത്യമാണ്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പലരും വിളിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാറില്ല. ഒന്നെങ്കിൽ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പൂജയുടെ സമയത്തായിരിക്കും. പൂജയുടെ സമയത്തും ഈ പറഞ്ഞ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആരെങ്കിലും എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി. 2 നമ്പർ കൊടുക്കുന്നുണ്ട്, 2 നമ്പറിലും വാട്സപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും നമ്പറിൽ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. എന്താണ് വിഷയമെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, പറ്റുമെങ്കിൽ അത് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക. വോയിസ് മെസ്സേജുകളൊന്നും കേൾക്കാനുള്ള ക്ഷമയും സമയം ഉണ്ടായി എന്ന് വരില്ല. ഞാൻ ഇദ്ദേഹത്തിന്, ഈ സുജേഷ് ഭായിയെ കുറിച്ച് മാത്രമല്ല എല്ലാ ഗസ്റ്റുകളെ കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചാൽ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കും അവർക്ക് എന്നാണ് പറയാറ്. അപ്പോൾ അബാക് മീഡിയ കൂടുതൽ കരുത്തോടെ കൂടുതൽ കണ്ടന്റുകളുമായി പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തും. താങ്ക് യു.